ഹരേ കൃഷ്ണ. നമസ്തേ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ, സമ്മർദ്ദങ്ങൾ അധികമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ പഴിക്കും അല്ലേ? നമ്മൾ സ്വയം നമ്മളെ തന്നെ പഴിച്ചു പോകും. എന്തൊരു ജീവിതമാണിത്, എനിക്ക് വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു കഷ്ടപ്പാടൊക്കെ ദൈവം വച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുമല്ലോ. എന്നാൽ ഒരു കൊച്ചുകുട്ടിയുടെ കഥയിൽ കൂടെ നമുക്ക് ആ സമ്മർദ്ദങ്ങളെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ അമ്മ, ആ കുട്ടിയുടെ അമ്മ ഉദ്യോഗസ്ഥയായിരുന്നു, വീട്ടമ്മയുമാണ്. അപ്പോൾ ജോലിസ്ഥലത്തെ ജോലിഭാരം ഒരുപാടുണ്ട്. അത് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ തന്നെ പാരൻസിൻ്റെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കണം. അവരുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കണം. അതുമാത്രമല്ല, പിറ്റേ ദിവസം വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്യണം, വീട് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ സമ്മർദ്ദങ്ങളായപ്പോൾ അവളെ തന്നെ അങ്ങ് സ്വയം പഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു ജീവിതം ആയിപ്പോയല്ലോ എന്നോർത്തിട്ട്. എന്നാൽ ഒരു അവളുടെ കൊച്ചുകുട്ടി കുഞ്ഞ് എന്തോ കാര്യമായിട്ട് എഴുതുന്ന കണ്ടപ്പോൾ എന്താണ് ആ ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത്, എന്നോട് ടീച്ചർ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അതാണ് എഴുതുന്നത് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്സ് എന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് പറഞ്ഞത്, എൻ്റെ ഫൈനൽ എക്സാം അത് കഴിഞ്ഞിട്ട് വരുന്ന വെക്കേഷൻ. അപ്പോൾ ഫൈനൽ എക്സാം എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന വെക്കേഷൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വെക്കേഷൻ കിട്ടണമെങ്കിൽ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ കടന്നേ പറ്റൂ. അതുമാത്രമല്ല, അമ്മ എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും ഞാൻ പറയുമ്പോഴൊക്കെ എപ്പോഴും വാങ്ങി തരാറില്ലല്ലോ. പക്ഷെ അത് എനിക്ക് വിഷമമാണ്. എന്നാലും അമ്മ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, അച്ഛനും അമ്മയും എപ്പോഴും എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അതും എനിക്കിഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി എന്നെ ഉപദേശിച്ചല്ലേ മതിയാകുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഞാൻ എഴുതുകയാണ് എന്ന് ആ കുഞ്ഞ് പറഞ്ഞപ്പോഴാണ് ശരിക്കും അവളും അവളുടെ ഉൾക്കണ്ണ് തുറന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ വേവലാതിപ്പെടുന്നത്, അല്ലെങ്കിൽ പഴിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അതൊരു വലിയ പ്രാരാബ്ധമായിട്ട് എടുക്കുന്നത്, പക്ഷേ അതിലൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ജോലി സ്ഥലത്തെ ജോലിഭാരമാണെങ്കിൽ ആ ജോലി നമുക്ക് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നമുക്ക് ജോലി കിട്ടിയത് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അല്ലേ, നമ്മളൊരു ഉദ്യോഗസ്ഥയായത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും നന്ദി പറയുകയാണ് വേണ്ടത്. അതുപോലെ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഭാര്യയുടെയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഭാഗ്യം നമുക്ക് ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ ആ ഭാഗ്യം നമുക്ക് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അവരെ നോക്കേണ്ടി വരുന്നത്. അതുപോലെ വിരുന്നുകാർ വരുമ്പോഴായിക്കോട്ടെ, അങ്ങനെയൊക്കെ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അവരെയൊക്കെ സ്വീകരിക്കാൻ ഒരു ഭാഗ്യമല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാരാബ്ധമുള്ളതിനെക്കുറിച്ച് തന്നെ നമ്മളതിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട്, വളരെ എൻജോയ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് മറ്റാരോടും പഴി പറയാതെ, സ്വയം പഴിക്കാതെ, സന്തോഷപൂർവ്വം എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്, എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ് എന്നോർത്തുകൊണ്ട് നമുക്ക്